വായിച്ചു മറന്ന മാന്ത്രിക കഥകളിലെ ദൃശ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കോട്ടകളും പുരാതന പള്ളികളും കൊക്കോസ് മലനിരകളും താഴ്വാരങ്ങളുമുള്ള അത്ഭുത ലോകം. കറുത്ത കടലും ഗുഹാനിർമ്മിതികളുമുള്ള പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മഞ്ഞിന്റെ പുതപ്പണിഞ്ഞ ജോർജിയ. എല്ലാ യൂറോപ്യൻ നഗരങ്ങൾക്കുമുള്ളതുപോലെ ഒരു ഓൾഡ് ടൗൺ ഇവിടെയുമുണ്ട്. 3000 വർഷം പഴക്കമുള്ള അപ്സിലിക്കെ മുതൽ 6-ാം നൂറ്റാണ്ടിലെ ഡേവിഡ് ഗറേജെ മൊണാസ്ട്രിയും സാംഷ്വിൽഡിലെ പുരാതന വാസസ്ഥലങ്ങളും വരെ ഇവിടെയുണ്ട്. ഏതൊരു സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ നിരവധി ഗുഹാ കേന്ദ്രങ്ങളുള്ള നാടാണ് ജോർജിയ. എന്നാൽ അവയെക്കാളൊക്കെ വിസ്മയകരമായ ഒന്നുണ്ട് ഇവിടെ. അതാണ് വാഡ്സിയ. ജോർജിയയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാനഗരം എന്ന പേര് കാലങ്ങളായി വാഡ്സിയയ്ക്ക് സ്വന്തമാണ്. തെക്കൻ ജോർജിയയിലെ ആസ്പിരൻസിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയായി കുരാ നദിയുടെ ഇടത് കരയിലുള്ള എരിഷറ്റി പർവ്വതത്തിന്റെ ചെരുവുകളിലാണ് വാഡ്സിയ പട്ടണം പടുത്തുയർത്തിയത്. 12-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ ഗുഹാനഗരം ജോർജിയയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നാണ്. പർവ്വതം തുറന്ന് അവയ്ക്കുള്ളിൽ നിറയെ ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നു. ഏകദേശം 1/2 കിലോമീറ്റർ ദൂരത്തിൽ ഗുഹകളുണ്ട്. 19ഓളം നിലകളിലായി 6000ഓളം ഗുഹാമുറികൾ ഇവിടെയുണ്ട്. ഇവയെല്ലാം താമസത്തിന് വേണ്ടിയായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. ഒരു നഗരത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗുഹയ്ക്കുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. 25 വൈൻ സെല്ലറുകൾ, ഒരു കന്യാസ്ത്രീ മഠം, 15 ചാപ്പലുകൾ എന്നിവയും ഇവിടെ പ്രവർത്തിച്ചു. 12-ാം നൂറ്റാണ്ടിൽ ജോർജി മൂന്നാമൻ രാജാവിന്റെ കാലത്ത് ഇവിടെ ഒരു കോട്ട പണിയാനാണ് ആദ്യം ഉദ്ദേശിച്ചത്. പണികൾ ആരംഭിച്ചുവെങ്കിലും ഇവിടം യഥാർത്ഥത്തിൽ ഒരു കോട്ടയായി മാറ്റിയത് അദ്ദേഹത്തിന്റെ മകളായിരുന്നു. അവളുടെ ശ്രദ്ധാപൂർവമായ നോട്ടത്തിനു കീഴിൽ ആഴത്തിൽ കൊത്തിയെടുത്ത ഗുഹകളുടെയും മുറികളുടെയും വിപുലമായ ഒരു പരമ്പര തന്നെ ഉയർന്നു. രഹസ്യമായി രക്ഷപ്പെടാനുള്ള തുരങ്കങ്ങളും ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള ദ്വാരങ്ങളും അവയിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഇതിഹാസമായ രാജാവായ താമർ ദി ഗ്രേറ്റ് ആയിരുന്നു. 30 വർഷത്തെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജോർജിയ രാഷ്ട്രീയമായും പ്രാദേശികമായും അഭിവൃദ്ധി പ്രാപിച്ചു. കാലക്രമേണ ഒരു കോട്ട എന്നതിൽ നിന്ന് മാറി ഇവിടെ ഒരു ആശ്രമമായും സാംസ്കാരിക കേന്ദ്രമായും ശക്തി കേന്ദ്രമായും അതിവേഗം പരിണമിച്ചു. വാഡ്സിയയിൽ ഏകദേശം 2000 സന്യാസിമാരും 10000കണക്കിന് ജനങ്ങളും താമസിച്ചിരുന്നു. ഒരു നഗരത്തിന് വേണ്ടതെല്ലാം അവർ അവിടെ തന്നെ ഉണ്ടാക്കിയിരുന്നു. എത്ര സമൃദ്ധമായിരുന്നുവെങ്കിലും വാഡ്സിയയുടെ വിജയം താരതമ്യേന ഹ്രസ്വകാലമായിരുന്നു. 1283 ഈ പ്രദേശത്ത് ഒരു ഭൂകമ്പമുണ്ടായി. നഗരത്തിന്റെ 70% നശിക്കുകയും അതിന്റെ പുറംമതിലുകൾ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള ഹിമപാതയിൽ നശിപ്പിക്കുകയും ചെയ്തു. 1283 ഒരു ഭൂകമ്പം ഈ പ്രദേശത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കി. നഗരത്തിന്റെ 70% നശിപ്പിക്കപ്പെട്ടു. നിരവധി ആളുകൾ ഇവിടം വിട്ടുപോയി. ഏതാനും സന്യാസിമാർ മാത്രം ഇവിടെ അവശേഷിച്ചു. പിന്നീട് മറ്റൊരു 300 വർഷത്തേക്ക് കൂടി അവർ അവിടെ പിടിച്ചുനിന്നു. അതിനിടെ അവർക്കിടയിലും ഗണ്യമായ കൊഴിഞ്ഞുപോക്കുണ്ടായി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കു ശേഷം മടങ്ങിയെത്തിയ ഒരുപിടി സന്യാസിമാർ ഇപ്പോഴും വാഡ്സിയയിലുണ്ട്. ഏകദേശം 500 ഗുഹകൾ ഇവിടെ ഇപ്പോഴും കേടുകൂടാതെ അവശേഷിക്കുന്നുണ്ട്. പുരാതന വൈൻ നിർമ്മാണ പാത്രങ്ങളുള്ള വൈൻ സെല്ലറുകളും തുരങ്കങ്ങളും അതേപടി തന്നെയുണ്ട്. ഡൈനിങ് ഹാളുകളും കല്ലിൽ കൊത്തിയ ബെഞ്ചുകളും അടുപ്പുമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.